അയോധ്യയിൽ മോഡിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന മോഡി പ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠ, അതിലൂടെ ഇന്ത്യയുടെ ഐക്യമല്ല ഉണ്ടാകാൻ പോകുന്നത്, ഇന്ത്യയുടെ വിഭജനമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ശങ്കരാചാര്യർ, ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യൻ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ഒരു ആശങ്ക ഇവിടെ ചിന്തിക്കുന്നവർക്ക് മാത്രമല്ല, ശ്രീരാമനും അതുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇന്ന് 22, നാളെ 23, മറ്റന്നാളോ അതിന് നീണ്ടുപോകും. 22-ാം തീയതിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയല്ല ഇന്ന് 22-ാം തീയതി അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്നത്, അഥവാ നാളെ. അതൊരു അന്തർധാരയായിട്ട് ഈ പ്രശ്നം തുടങ്ങിയത് കാലം കുറേയായി. പക്ഷെ അതിൻ്റെ കൾമിനേഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പ്രാണപ്രതിഷ്ഠ, മോഡി പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. അതിലൂടെ ഇന്ന് ഇത്തരം വരെ ഉണ്ടായിരുന്ന ഐക്യം, ബഹുസ്വരതാത്മകമായിട്ടുള്ള ഐക്യം, അത് മതപരമാകാം, രാഷ്ട്രീയപരമാകാം, എല്ലാ രീതിയിലും ഒരു ബഹുസ്വരതയുണ്ടായിരുന്നു, പല പരിഗണനയുണ്ടായിരുന്നു. അതെല്ലാം മാറിപ്പോകുന്നൊരവസ്ഥയാണ്. ശങ്കരാചാര്യർ പറയുകയാണ്, ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിലൂടെ ഇന്ത്യയുടെ ഐക്യം തകരും, എല്ലാ അർത്ഥത്തിലുള്ള ഐക്യം തകരും, വിഭജനമാണ് ഉണ്ടാകുക. അത് മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള വിഭജനമായിരിക്കും, അവസാനം രാഷ്ട്രത്തിൻ്റെ വരെ. ഈ ഒരു ആശങ്ക തനിക്ക് മാത്രമല്ല ശ്രീരാമനും ഉണ്ടാകും. അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. ത്യാഗേന ഏകേ അമൃതത്വമാനശു, ത്യാഗേന ഏകേ, ത്യാഗം കൊണ്ട് മാത്രമേ ഉള്ളൂ. ശ്രീരാമൻ അതാണ് ചെയ്തത്, ശ്രീകൃഷ്ണൻ അതാണ് ചെയ്തത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അവിടെ ചക്രവർത്തിയായിട്ട് വാഴാൻ ശ്രീകൃഷ്ണന് കഴിയുമായിരുന്നു. എല്ലാവരും ആഗ്രഹിച്ചതാ. ശ്രീകൃഷ്ണൻ അദ്ദേഹം യുദ്ധമെല്ലാം കഴിഞ്ഞ് അങ്ങനെ വഴിക്ക് പോയി. അമ്മായിയെ നമസ്കരിച്ച്, അമ്മായി കുന്തിദേവിയാ നമസ്കരിച്ചു പോയി. ഒന്നുമില്ലാതെ വന്ന പോലെ അദ്ദേഹം തിരിച്ചുപോയി. ശ്രീരാമൻ ലങ്ക പിടിച്ചിട്ട് ആ ലങ്ക വിഭീഷണനോടാണ് ഭരിക്കാൻ പറഞ്ഞത്. എങ്ങനെ ഭരിക്കണം എന്നുള്ള കാര്യം രാവണനോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ആ കാലുകളിൽ തൊട്ട് ബന്ധിച്ചുകൊണ്ട് രാവണന്റെ എല്ലാ കർമ്മങ്ങളും, അന്ത്യകർമ്മങ്ങളും, ലാസ്റ്റ് റൈറ്റ്, അതെല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അതാണ് രാമൻ, അതാണ് രാമൻ. അത് ശിവരാമൻ. ശിവപൂജ നടത്തിയിരുന്നത്രേ. രാമേശ്വരത്തെ പ്രതിഷ്ഠ രാമൻ്റെയാ. ഇത് ശവരാമൻ. എത്രയോ ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലത്താണ്, അതിൻ്റെ മേലെയാണ് അമ്പലം കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. കലാപഭൂമിയാണത്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ സുസുന്ദരമായിട്ടുള്ള, ഏത് സമയത്തും ആർക്കും ഇറങ്ങി കിടക്കാം, ഏത് പെൺകുട്ടിക്കും ഇറങ്ങി കിടക്കാം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം. പിന്തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. കാടിനകത്ത് കൃഷ്ണമൃഗങ്ങൾ നിൽക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ലോകത്തിൽ 1-ാം നമ്പർ സമാധാനം, ശാന്തി, സമാധാനം അത് വെച്ച് പുലർത്തുന്ന സ്ഥലമായിട്ട് തിരഞ്ഞെടുത്ത് എവിടെയാണെന്ന് അറിയാമോ? മദീന. ഒരു പുണ്യപുരുഷന്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ സ്ഥലം. ദേവദൂതരായിട്ടുള്ള മുത്തുനബി തങ്ങള് അവിടെയായിരുന്നു വിഹരിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരിട്ടാരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ അദ്ദേഹം ഛായാചിത്രം ഒന്നുമില്ല. വേണേ പറയാം അതൊക്കെ നുണയാണെന്ന് പറയാം. പക്ഷെ നുണയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അങ്ങനൊരു പുണ്യാത്മാവോട് വിഹരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും മദീനയിലെ
ആളുകളുടെ സംസാരവിശേഷം, സംസ്കൃതീകരിച്ച സംസാരം, എടാ പോടാ വിളികളില്ല, ശാന്തിയും സമാധാനവും, ഏറ്റവും കൂടുതൽ കളി വിളയാടുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ പേടിയോടുകൂടി നടക്കേണ്ട സ്ഥലം ഏതാണെന്നറിയോ ലോകത്തിൽ? ഏത് സമയത്ത് ഏത് ഭാഗത്തുനിന്ന് അടി വരിക എന്നറിയില്ല. ഇനിയുള്ള ദിവസം പറയണ്ട, അവർ തന്നെ പറയുന്നുണ്ട് ഭീഷണിയുണ്ട്, ഭീഷണിയുണ്ട്, ഭീഷണിയുണ്ട്. രാത്രി ഒരു പെൺകുട്ടിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഈ പറയുന്ന അയോധ്യയിൽ ഇറങ്ങി നടന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല, പിന്നെ തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് മാത്രം. ഛിന്ന ഭിന്നമാക്കി കളയും, നിർഭയയാക്കിയ പോലെ. അതാണ് അയോധ്യ. ഇപ്പോൾ അവിടെ പണ്ട് ശ്രീരാമൻ അവിടെ ഉണ്ടായിരുന്നു, ശ്രീരാമനെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശ്രീരാമൻ വാണ ഒരു സ്ഥലമാണ് ഇപ്പോഴത്തെ അയോധ്യ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉത്തരേന്ത്യയിലായിരുന്നില്ല, അദ്ദേഹം കേരളത്തിൽ എവിടെയാണ് ജനിച്ചത് വളർന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദക്ഷിണേന്ത്യയിൽ എവിടെയോ മറ്റോ ആണ്. ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം ശ്രീലങ്കയിൽ വന്നത്രേ. അന്ന് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ അവർ പറഞ്ഞത് എന്തൊരു വ്യവസ്ഥാപിതത്വം രാവണന്റെ ഭരണത്തിന് കണ്ടുപഠിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെ രാജ്യം കോസലമാണ്, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അറിയില്ല, അയോധ്യ തലസ്ഥാനാണ്. കോസലാധിപൻ പറയുകയാണ് രാവണന്റെ ശ്രീലങ്കയുടെ മഹത്വം എത്ര ഗംഭീരതരമെന്ന്. ഏതായാലും ഇതിന്റെ പേരിൽ നടക്കാൻ പോകുന്നത് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു മുസ്ലിമായിട്ടുള്ള ആൾക്ക് ഒരു ഹിന്ദുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഇവൻ ഏതാണ് സൈസ് എന്ന് അറിയില്ലല്ലോ. ഈ വസ്ത്രം ധരിച്ചു പോകുന്ന സമയത്ത് പലരും എന്നെ കാണുന്ന സമയത്ത് തലം കിടത്തിരിക്കും. ഒരു ദിവസം എയർപോർട്ടിൽ വെച്ച് പോകുന്ന സമയത്ത് എൻ്റെ സീനിയറായിട്ടുള്ള ഒരു സ്വാമിനി അമേരിക്കയിലേക്ക് പോകാൻ, രണ്ടുപേരും അമേരിക്കൻ സിറ്റിസൺസാണ്, ഇന്ത്യക്കാരാണ് പക്ഷെ അമേരിക്കൻ സിറ്റിസൺസ്. പോകുമ്പോൾ ഒരു കുട്ടി അപ്പുറത്തിരുന്ന് പറയാ മമ്മി മമ്മി എന്താടാന്നല്ല അവരെ പറഞ്ഞു ചോദിച്ചു ക്യാ ഹോ ഗയാ. അവര് പറയാണ് വൺ ഗോസ്റ്റ് ഈസ് സിറ്റിംഗ് ദർന്ന്, ഒരു പ്രേതം അവിടെ ഇരിക്കുന്നുണ്ടെന്ന്, ഒരു ചെകുത്താൻ അവിടെ ഇരിക്കുന്നുണ്ട് ഈ വസ്ത്രം കണ്ടപ്പോൾ. പണ്ടൊക്കെയും സ്വാമിയാർ കാണുമ്പോൾ മോനെ സ്വാമിയെ തൊഴും മോനെ എന്നും പറഞ്ഞ് ഒരു വയസ്സുള്ള കുട്ടിയെ കൊണ്ട് കാലുകൊണ്ട് കുനിച്ചു നിർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ സന്യാസിമാരെ കണ്ട പേടിയാണ്, കാവ്യവസ്ത്രം കണ്ട പേടിയാണ്. അവസര കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു. മനുഷ്യന്മാർ തമ്മിൽ അകലാൻ തുടങ്ങി, പ്രസ്ഥാനങ്ങൾ തമ്മിൽ അകലാൻ തുടങ്ങി, രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിൽ അകലാൻ തുടങ്ങി. രാജ്യത്തിന്റെ പകുതി അങ്ങോട്ട് ബി ജെ പിയുടെ, പകുതി ഇങ്ങോട്ട് ബി ജെ പി അല്ലാത്തവരുടെ, ദ്രവീഡിയൻ കൾച്ചർ പേരുന്നവരുടെ. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യര് സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറഞ്ഞത് പ്രശ്നം ഗുരുതരമാണെന്ന് പറഞ്ഞത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ്, അതൊരു ക്ഷേത്രത്തിൽ എത്രയോ ക്ഷേത്രങ്ങളുടെ കോൺസെക്രേഷൻ നടന്നിട്ടുണ്ട്. അത് പലപ്പോഴും പഴകിയ ക്ഷേത്രങ്ങളെ പുതുക്കി പണിതിട്ടുണ്ട്. ഇതൊക്കെ ഒരു കലുഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക്, ഒരു മാമാങ്ക തുല്യമായിട്ടുള്ള അവസ്ഥയിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? സോമനാഥ ക്ഷേത്രത്തിൽ അത് പുതുക്കി പണിയെന്ന് പറഞ്ഞ സമയത്ത് അന്ന് പ്രസിഡന്റായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ് ബാബു രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം അവിടെ പോകണമെന്ന് പറഞ്ഞ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാനായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? പട്ടേലേ, ഇതൊന്നും ഗവൺമെന്റ് ചുമതലപ്പെട്ട കാര്യങ്ങളല്ല കേട്ടോ, നിങ്ങൾ വേണി പൈസ എടുത്തോ, നിങ്ങൾ വേണി നന്നാക്കിക്കോ. രാജേന്ദ്ര പ്രസാദ് അവിടെ പോകുന്ന പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഇന്ത്യൻ പ്രസിഡന്റ് അവിടേക്ക് പോകില്ല. രാജേന്ദ്ര പ്രസാദിന് പോകാം, പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് അവിടേക്ക് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഭരണാധിപന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ. അവിടെയാണ് ഒരു ഭരണാധിപരും അങ്ങനെ കൂട്ടാളികളും മന്ത്രോച്ചാരണങ്ങളുമായി ഗായത്രി ജപിച്ച് ധ്യാനനിരതരായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം, മണിപ്പൂര് നന്നായി വരച്ചെന്നിപ്പോൾ അനുഗ്രഹം. അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആര് നന്നായി വരാൻ? ക്രിസ്ത്യാനികൾ അവിടെയില്ല, എല്ലാത്തിനും അടി കൊണ്ട് പോയി, കൊല്ലം ചത്തു, പള്ളികളില്ല. മണിപ്പൂർ നന്നായി വരട്ടെ. കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? ഒരാളെ തല്ലി ചതച്ചിട്ട് തമ്പരം ചോദിക്കുക വേദനയുണ്ടോടാ, വേദന ഇല്ല അല്ലേ, ഇല്ല തമ്പര എന്ന് പറയിപ്പിക്കുന്ന പോലെ കളിയാക്കാണ് മണിപ്പൂരിലെ. നാളെ കേരളത്തിലും കളിയാക്കും, കളിയാക്കിയിട്ടുണ്ടല്ലോ. ഏതായാലും അയോധ്യ ചടങ്ങ് കൃത്യമായിട്ടും രാഷ്ട്രീയ BJP പരിപാടിയായിട്ട് മാറി അവിടെ.
അതിനുള്ള രൂക്ഷ വിമർശനമായിട്ടാണ് ശങ്കരാചാര്യ രംഗത്ത് വന്നത്. പ്രാണപ്രതിഷ്ഠയിലൂടെ നടക്കുന്നത് ഇന്ത്യയുടെ ഐക്യമല്ല. ഇന്ത്യക്ക് ഒരിക്കൽ പോലും സർഗാത്മകമായിട്ടൊരു വ്യവസ്ഥയിലേക്ക് തിരിഞ്ഞു നടക്കാൻ ഇനി കഴിയില്ല. അവര് പ്രാകൃത യുഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ കാനിബോൾസിന്റെ പോലെ പിടിച്ച് കടിച്ച് തിന്നുന്നൊരവസ്ഥയിലേക്ക്. വിഭജനമാണ് ഇവിടെ ഉണ്ടാകുക. മുമ്പ് പറഞ്ഞ പോലെ വ്യക്തിഗതമായിട്ടും അതിനപ്പുറം സമൂഹപരമായിട്ടുള്ള വിഭജനങ്ങളാണ് ഉണ്ടാകുക. ഈ ആശങ്ക ശ്രീരാമനെന്ന് ബോധത്തോടു കൂടിയിട്ട് ഇത് നോക്കിക്കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ശ്രീരാമനും ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും. എൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന വൈകൃതാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട്. ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പേ മൂർത്തിയുടെ പ്രാണപ്രതിഷ്ഠ ലോകത്തിലെ ആദ്യമാണ്. പള്ളി പണിയുന്നതിന് മുമ്പ് കുരിശു സ്ഥാപിച്ചു. ധർമ്മശാസ്ത്രത്തിന് എതിരാണ്. അദ്ദേഹം വയർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സ്ഥാപനമുണ്ട്. കരൺ താപ്പർ നടത്തുന്നതാണ്. കരൺ താപ്പറിന്റെ മുമ്പിൽ പോയിരിക്കാൻ പേടിക്കണം. തോന്നിയ പോലെ ഉത്തരങ്ങൾ പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് മുമ്പിൽ നടത്തിയ അഭിമുഖത്തിൽ സ്വാമി അവിമുക്തേശ്വരാനന്ദ ശങ്കരാചാര്യനാണ് സരസ്വതി. അദ്ദേഹം പറഞ്ഞു, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അദ്ദേഹത്തിന് ക്ഷണം കിട്ടിയിട്ടില്ല. ക്ഷണം ലഭിച്ചിരുന്നെങ്കിൽ അയോധ്യയിൽ പോകണോ പോകണ്ടെന്ന് അപ്പം ആലോചിക്കും. എന്നാൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ല. അയോധ്യയിൽ പോകും, പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ല. മറ്റ് 3 ശങ്കരാചാര്യന്മാർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, അറിയില്ല. എന്നാൽ പ്രാണപ്രതിഷ്ഠയിൽ 4 ശങ്കരാചാര്യന്മാരും പങ്കെടുക്കില്ല. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രതിഷ്ഠ നടത്തുന്നത് ധർമ്മശാസ്ത്രത്തിന് എല്ലാ വിധത്തിലും എതിരാണ്. ഒരു തരത്തിലും അങ്ങനെ ഒരു പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള ആഹ്വാനം, അതിൻ്റെ കൺസെന്റ് ഒരിക്കൽ പോലും ഒരു ധർമ്മശാസ്ത്രവും നൽകിയിട്ടില്ല. പ്രതിഷ്ഠാ മുഹൂർത്തം നിശ്ചയിച്ചത് തന്നെ തെറ്റാണ്. പക്ഷേ പ്രതിഷ്ഠയുടെ മുഹൂർത്തം നിശ്ചയിക്കുന്നത് ധർമ്മശാസ്ത്രം അനുസരിച്ചിട്ടല്ല. ബഹുമാനപ്പെട്ട ശങ്കരാചാര്യരെ അങ്ങയുടെ പാതാരബന്ധത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങയെ ഉത്ബോധിപ്പിക്കുന്നത് ഈ ബുദ്ധി കുറഞ്ഞവൻ. അവിടെ മുഹൂർത്തം നിശ്ചയിക്കുന്നത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതൊരു ആധ്യാത്മിക കേന്ദ്രമല്ല. അത് RSSന്റെ കാര്യമായാലും ശ്രീരാമചന്ദ്ര ഭവൻ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാലോ. ആയിരക്കണക്കിന് ആൾക്കാരെ തല്ലിത്തകർത്ത്, അവരെ മനസ്സിനെ തല്ലിത്തകർത്ത് ബാബറി മസ്ജിദിന്റെ മേലെ. എവിടെ ഒരു ഹിന്ദു ക്ഷേത്രം വെക്കാൻ പാടില്ലയോ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഏത് സമയത്ത് വെക്കാൻ പാടില്ലയോ ആ സമയത്താണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഏത് ധർമ്മശാസ്ത്രം അനുസരിച്ച് വെക്കണമോ അത് വെക്കാതെ ഒരു ധർമ്മശാസ്ത്രവും അതിനെ അനുസന്ധാനം ചെയ്യാതെയാണ് അവിടെ കാര്യങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം കണ്ടെത്തുന്നതിന് പകരം ജനുവരിയിൽ ഒരു സമയം കണ്ടെത്താനാണ് കാശിയിലെ ജ്യോതിഷിയോട് പറഞ്ഞത്. പ്രമുഖ ജ്യോതിഷിയല്ല, ജ്യോതിഷികളുടെ ഒരു കൂട്ടായ്മയോട് പറഞ്ഞത് ജനുവരിയിൽ ഒരു സമയം കണ്ടെത്തണം. കാരണം ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, ഇതല്ല ഞങ്ങളുടെ ജോലി. ഇവിടെ ശ്രീരാമനെ കൊണ്ട് കുത്തി നിർത്തലല്ല ഞങ്ങളുടെ ജോലി. കുത്തി നിർത്തും എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഞങ്ങളുടെ ചില മറ്റുള്ള ചില കാര്യങ്ങൾ. അത് ഇലക്ഷൻ ജയിക്കുക, 3ാമത് മാൻഡേറ്റ് കരസ്ഥമാക്കുക, ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകുക. ആയതുകൊണ്ട് തന്നെ എടോ ജ്യോതിഷി നമ്മളെ പറഞ്ഞില്ലേ, നോക്കണം. നന്ദനോ സിനിമയിൽ പറഞ്ഞില്ലേ, കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് കുമ്പടിയുടെ അടുത്ത് വന്നിട്ട് അതേ കബഡി നടത്തി നോക്കണോ നോക്കണ്ടേ, നോക്കാം. കേരളം ഓർമ്മയുണ്ടായിരിക്കും. എന്നിട്ട് നോക്കിയിട്ട് ഈ കല്യാണം നടക്കില്ല എന്ന് പറയണം. അപ്പൊ നോക്കാതിരുന്നാ പോരെ, നോക്കിയിട്ട് നടക്കില്ല എന്ന് പറയണം. അപ്പൊ നുണ പറയണമെന്നോ? ശംഭോ മഹാദേവ, ഞാനെങ്ങനെ നിന്റെ മുട്ടുകാല് നിന്റെ കടവയറ്റിൽ കയറ്റിപ്പറ്റി ഞാൻ മുട്ടുകാലി എടുക്കുന്ന എപ്പോഴായിരിക്കും അറിയോ? ഏകാദശി വരിക, അതുവരെ എനിക്ക് മുട്ടുകാലിന്റെ ആവശ്യമില്ലടാ, നുണ പറയടാ തള്ള, അതൊക്കെ ഓർക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷിയെ സമീപിച്ചിട്ട് പറഞ്ഞു നോക്കണം, കബഡി നടത്തി നോക്കണം, നോക്കിയിട്ട് പറയണം ജനുവരിയിലാണ് നല്ല ദിവസം. അയ്യോ അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നാ തോന്നി ഒന്നും പറയില്ല താൻ. കാശിയിൽ തന്നെ അവിടെ കൊണ്ട് തീര് കൊണ്ടിടും. അങ്ങനെ ജ്യോതിഷി പറഞ്ഞു 22-ാം തീയതി. വ്യാഴം ബുധനെ നോക്കി നിൽക്കുന്നു, ബുധൻ ശുക്രനെ നോക്കി നിൽക്കുന്നു, ശുക്രൻ ഞായറിനെ നോക്കി നിൽക്കുന്നു. ഇതിനേക്കാൾ നല്ലൊരു മുഹൂർത്തം കൈവരാനില്ല എന്നാണ് പറയണത്. അങ്ങനെ മുഹൂർത്തം നിശ്ചയിച്ചു.
അവിടെ തെറ്റി. സ്വാമി പറഞ്ഞത് ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല, ഞാൻ മോദി വിരുദ്ധനല്ല, പക്ഷെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും രാമക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഇതെല്ലാത്തിനും മേലെയായിട്ട് അവിടെ മുഴങ്ങിക്കേൾക്കുന്ന മന്ത്രം, ഇവിടുന്ന് TV ചാനലുകൾ അവിടെ പോയിട്ട് എല്ലാവരും ചോദിക്കുന്നത് മോഡിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, BJP കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവിടെ മുഴുവൻ BJPയുടെ പതാകയാണ്. അവിടേക്ക് പോകുന്ന വാഹനങ്ങളിലെ മുഴുവൻ BJPക്ക് ജൈവിളിയാണ്, മോഡിക്ക് ജൈവിളിയാണ്. അങ്ങനെ ആക്കി തീർത്തു എന്നുള്ളതാണ്. രാമനവിടെ പ്രാധാന്യമില്ല, ക്ഷേത്രത്തിനവിടെ പ്രാധാന്യമില്ല, ധർമ്മശാസ്ത്രങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല. മോഡിയുടെ പേര് ഉയർത്തി കാണിക്കുന്നു. ഇത് ദൈവത്തോടുള്ള കലാപമാണ്. കലാപം ദൈവത്തോടാണ്. പുരി ശങ്കരാചാര്യൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉത്തരാഖണ്ഡ് ശങ്കരാചാര്യൻ പറയുന്നു ദൈവത്തോട് കലാപം നടത്തുന്നു. രാമനോട് കലഹിക്കുന്ന മോഡി, രാമനോട് കലാപം നടത്തുന്ന മോഡി. ഏതായാലും ഇതൊന്നും മറച്ചു വെക്കാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഭാര്യയും കുട്ടികളും പരിവാരങ്ങളൊന്നുമില്ല. ഇതിന്റെ പേരിൽ ഏത് ED ആയാലും ഏത് ID ആയാലും വന്നാലും ആ വരട്ടെ, വന്നോർത്ത് വെച്ച് കാണാം എന്ന രീതിയിലാണ് ശങ്കരാചാര്യന്മാർ നിൽക്കുന്നത്. ഇവിടെയുള്ള പള്ളിക്കാരും പട്ടക്കാരും പണത്തിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടി RSSന്റെ കാക്കൂട്ട് തലയിട്ട് നിൽക്കുക. അതുപോലെ ശങ്കരാചാര്യന്മാരെ കിട്ടില്ല. സമയവും കാലവും വന്ന സമയത്ത് വേണ്ടുന്ന പോലെ അവർ പ്രതികരിച്ചു. ഹിന്ദുവിൻ്റെ തലതൊട്ടപ്പന്മാരാ. അവരാണ് വികലമായിട്ടുള്ള പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നത്. ബാബറി മസ്ജിദ് തകർത്ത് എവിടെയോ 5 ഏക്കർ സ്ഥലം കൊടുത്തു, അതിൻ്റെ കാര്യം ഒന്നും ആയിട്ടില്ല. ഇത് ശരിയല്ലാട്ടോ എന്ന് മന്ദസ്മിതം മുഴക്കിക്കൊണ്ടെങ്കിലും പറയാൻ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പോലും തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഏതായാലും അഭിമാനത്തോടുകൂടി പറയട്ടെ, ഞങ്ങളുടെയും കാരണവന്മാരാണ് ശങ്കരാചാര്യന്മാർ. അവർ പറഞ്ഞല്ലോ, സഹോദര സമൂഹത്തിന് വേണ്ടി കൂടി അവർ സംസാരിച്ചല്ലോ. അതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. രാമനെ കുറിച്ച് പറയുന്നത് മര്യാദ പുരുഷോത്തമൻ എന്നാണ്. പാർവതി ദേവി ശിവനോട് ചോദിക്കുന്നുണ്ട്, ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ ആരാന്ന് പറയുന്നത് ഇദ്ദേഹം രാമനെ കുറിച്ചാണ്. എന്നിട്ടാണ് വാൽമീകി രാമായണയ്ക്ക് ആരംഭിക്കുന്നത് മര്യാദ പുരുഷോത്തമൻ. അദ്ദേഹത്തിന്റെ പേരിൽ പ്രതിഷ്ഠയുടെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അഭിമുഖത്തിൽ ശങ്കരാചാര്യോട് ചോദിക്കുന്നുണ്ട്. കരൺ താപ്പർ ചോദിക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിന് രാഷ്ട്രീയവൽക്കരണം ഇന്ത്യയെയും ഹിന്ദുക്കളെ തന്നെയും ഏകീകരിക്കുന്നതിനേക്കാൾ വിഭജിക്കുകയെന്ന ആശങ്കയാണ് രാമനുണ്ടാകുക എന്നാണ് ശങ്കരാചാര്യൻ മറുപടി പറഞ്ഞത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഹിന്ദുവിന്റെ ഏകീകരണം, ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യം, ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് VD സവർക്കർ. ഇവിടെ നടക്കാൻ പോകുന്നത് ഹിന്ദുവിന്റെ ഒരു കൂട്ടം ആൾക്കാരുടെ ഏകീകരണം, മറ്റൊരു കൂട്ടം ആൾക്കാരുടെ ഏകീകരണം അപ്പുറത്ത് അവർ മുഖാമുഖം നോക്കി നിൽക്കും. 2 വിഭാഗമായിട്ട് നോക്കി നിൽക്കും. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാര്, മുഖ്യധാരയിൽപ്പെട്ട ആളുകൾ, വേദഭാഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ വേറെ, ഞാനൊക്കെ അടക്കമുള്ള ആൾക്കാർ. അവർക്കൊന്നും ഇതിനകത്ത് ഭാഗതയില്ല, വഹിക്കാനൊന്നുമില്ല. അവരൊക്കെ അകന്നു നിൽക്കണം. പഴയ പോലെ ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദുവിനെ വരെ അകറ്റി നിർത്തുകയാണ്. അവരെ പോലും ഏകീകരിക്കുന്നതിന് പകരം വിഭജിക്കുകയാണ് ചെയ്യുന്നത്. അവരിൽ തന്നെ വിവേചന ബുദ്ധി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിന് നാളെ വരാൻ പോകുന്ന ഇന്ത്യയുടെ ദാരുണമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണഭൂതന്മാരായിട്ടുള്ള ആളുകളിൽ ശങ്കരാചാര്യന്മാരും പെടരുത്. ആ തീർപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ കോൺസിക്വൻസിന് പോകാതിരിക്കുന്നത്. കാശിയിലെയും അതുപോലെ മധുരയിലെയും മസ്ജിദുകൾ, അവിടെ കൊച്ചു മസ്ജിദുകളുണ്ട്. അവിടെ റോഡ് വികസനം പല കാര്യങ്ങളും പറഞ്ഞ് മസ്ജിദുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് ബാബറി മസ്ജിദിന്റെ കാര്യമാണ്. എത്ര മസ്ജിദുകൾ അവിടെ അതിനെ എടുത്ത് മാറ്റിയിട്ട് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ശങ്കരാചാര്യോട് ചോദിച്ചു, കരൺ താപ്പർ ചോദിച്ചു.
പണ്ഡിതരായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചിരുന്ന് പ്രശ്നം സമവായത്തോടെയും തെറ്റായി പിടിച്ചെടുത്തുവ തിരികെ നൽകിയും പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അപരിഹാര്യമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള വേവലാതി നിറഞ്ഞിട്ടുള്ള മതസ്പർദ്ധ മുഖരിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഈ ഇന്ത്യ മാറുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമസ്കാരം.